ഹലോ മക്കളെ, +1 കുട്ടികൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ഒരു മുട്ടൻ പണി കിട്ടും. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് അതിന്റെ സത്യം. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്കീം ഓഫ് വർക്കും അതിലാകുന്ന ചാപ്റ്റേഴ്സും വെയിറ്റേജും ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി വരും. നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു പണി എന്താണെന്ന് പറഞ്ഞുതരാം. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം, ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് സമയം നേരെ കിടക്കാം. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കീം ഓഫ് വർക്കിൽ ആദ്യം തന്നെ ഞാൻ ഫിസിക്സ് എടുത്ത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഫിസിക്സ് അല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയ സബ്ജക്ട് ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കാരണവശാലും കുട്ടിക്ക് സെറ്റ് ആവാത്ത ഒരു സബ്ജക്ട് ഫിസിക്സ് ആയിരിക്കും. കാരണം ഡെറിവേഷൻസ് ഉണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഒരു കാരണവശാലും സെറ്റ് ആയി കിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് ഓണപരീക്ഷ എന്നുള്ളൊരു എക്സാം സീരിയസ് ആയിട്ടില്ലായിരുന്നു. ആൻഡ് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ടേം 1, അതായത് ഫസ്റ്റ് ടേമിൽ എത്ര ചാപ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? വെറും 4 ചാപ്റ്റേഴ്സേ ഒഫീഷ്യലായിട്ട് അവർ ഇറക്കിയ ഡോക്യുമെന്റിലുള്ളൂ. പല സ്കൂളുകളിലും 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള എക്സാംസ് ആണ് നടത്തിയത്. അതും നടത്താത്ത സ്കൂളുകൾ പോലും ഉണ്ടായിരുന്നു. കാരണം ഒരു സെൻട്രലൈസ്ഡ് എക്സാം അല്ലായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ടേം 2, അതായത് ക്രിസ്മസ് എക്സാം അടങ്ങുന്ന സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട് നോക്ക്. ഈ സെക്കൻഡ് ടേമിൽ മാത്രം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഗ്രാവിറ്റേഷൻ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടി, തെർമോഡൈനാമിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് സെക്കൻഡ് ടേമിൽ മാത്രം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ 6 പാഠങ്ങൾ മാത്രമാണ് പോരടാ. അതിന്റെ കൂടെ അല്ലെങ്കിൽ 7 പാഠം ഉണ്ടല്ലേ, 7 പാഠവും ഇനി ഫസ്റ്റ് ടേമിലുള്ള 4 പാഠങ്ങളും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ PYQസിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ ചാപ്റ്ററും സാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, 2023 ഇതേ സ്കീം ഓഫ് വർക്ക് തന്നെയായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ നോക്കിക്കേ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് 5 മാർക്കിന് എന്ത് തന്നിട്ടുണ്ട്? ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്ലെയിനിൽ നിന്ന് 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ലോസ് ഓഫ് മോഷൻ 13 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങ് തെർമോഡൈനാമിക്സ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സിനും, അതായത് മൊത്തം 11 ചാപ്റ്റേഴ്സിനായിട്ടാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നത്. അപ്പൊ ഇതിലൊരു പ്രശ്നമില്ലേ? കാരണം എന്താ? നിങ്ങളൊരു ഓണപരീക്ഷ സീരിയസ് ആയിട്ട് ഒരു സെൻട്രലൈസ്ഡ് എക്സാം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ 4 പാഠമെങ്കിലും സെറ്റ് ആക്കുമായിരുന്നു. ആൻഡ് മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേർഡ് ടൈമിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾ നോക്ക്. വെറും 3 ചാപ്റ്റേഴ്സ് മാത്രം. കൈനറ്റിക് തിയറി, ഓസിലേഷൻ, വേവ്സ്, ഈ 3 ചാപ്റ്റേഴ്സേ ജാനുവരി ഫെബ്രുവരിയിൽ എടുക്കേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ സ്കീം ഓഫ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ പറയും, ഈ കൈനറ്റിക് തിയറി നോക്കാറുള്ള വെറും കുഞ്ഞു പാഠമാണ്. ഈ ഓസിലേഷനും വേവ് ഒക്കെ വളരെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സാണ്. അതായത് ജാനുവരിയിലും ഫെബ്രുവരിയിലേക്കും അവർ 3 പാഠമേ വെച്ചുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സത്യത്തിൽ കുട്ടികളോട് ഒരു ചെറിയൊരു കരുണ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഈ ഒരു ഫ്ലൂയിഡ്സ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തെർമൽ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് ആ തേർഡ് ടേം വെച്ചാൽ പോലെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചാപ്റ്റർ എങ്കിലും കുട്ടികൾക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു. ഇത് കുട്ടികൾക്ക് അൾട്ടിമേറ്റ്ലി സ്ട്രെസ് കൂടും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ പല കുട്ടികളുടെ സൈഡിൽ നിന്നുള്ള അറിഞ്ഞ റിപ്പോർട്ട് പ്രകാരം പല സ്കൂളുകളിലും ഇപ്പോഴും ഫ്ലൂയിഡ്സ് ഒക്കെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. പല സ്കൂളുകളിലും ഇതിൽ അടങ്ങുന്ന മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ ക്വിക്കായിട്ട് ഒരു ദിവസം ഫുൾ ഡേ സ്പെഷ്യൽ ക്ലാസ് വെച്ചൊക്കെ ഒറ്റയടിക്ക് അവർ റിവൈസ് ചെയ്ത് തീർക്കുകയാണ്. ചില ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സെമിനാറായിട്ട് പോലും പ്രഖ്യാപിച്ച് നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞ കേസസ് പോലും ഉണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. കാരണം ഇതിന്റെ റിയാലിറ്റി എല്ലാവരും അറിയണം. ആൻഡ് ഇതേ റിയാലിറ്റി തന്നെയാണ് ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നത്, ബാക്കി സബ്ജക്ട്സിലൊക്കെ ഇത് തന്നെ വരുന്നത്. ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ മാറി നിൽക്കുന്നുണ്ട്. +1 ഫിസിക്സിലെ മുൻ വർഷങ്ങളെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. 2022 കൊറോണ കാരണം എക്സാംസ് പല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2022 ഒക്കെ ചെറിയൊരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ 23 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതേ പാറ്റേൺ തന്നെയാണ് വരിക. ഇത് മാത്സിന്റെ കേസിലാണ്. മാത്സിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. സെക്കൻഡ് ടേമിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നു. അതിൽ പ്രത്യേകിച്ച് നിങ്ങളെ കൺഫ്യൂസിങ് ആക്കുന്ന കോണിക് സെക്ഷൻ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, പെർമ്യൂട്ടേഷൻ, ബൈനോമിയൽ ഒക്കെ അത്യാവശ്യം ടഫുള്ള ചാപ്റ്റേഴ്സാണ്. ഇതെല്ലാം കൊണ്ടിട്ട് എന്താ ടേം 2 വെച്ച്. ടേം 3 നിങ്ങൾ നോക്ക്, വെറും സ്റ്റാറ്റിയും പ്രോബബിലിറ്റിയും, ഏറ്റവും കുഞ്ഞൻ 2 ചാപ്റ്റേഴ്സ് സ്റ്റാറ്റിയും പ്രോബബിലിറ്റിയും ടേം 3 വെച്ചു. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇതിൽ ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ 3 ഡയമെൻഷൻ 3D ഇട്ടിട്ടെങ്കിലും ആ തേർഡ് ടേം ആക്കി കൂടായിരുന്നോ? എങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് മതിയായിരുന്നു ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നാൽ. കാരണം കുട്ടികൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് ഈ ചാപ്റ്റേഴ്സ് എത്രയാണുള്ളത് അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ PYQന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെക്കുന്നുണ്ട്.
നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. PDF വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ പബ്ലിഷ് ചെയ്യും കേട്ടോ. സോ താഴെ കാണുന്ന ലിങ്കിൽ അത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PDF അതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. യെസ് 23 തന്നെ നിങ്ങൾ നോക്കിക്കേ, സെറ്റിൽ നിന്ന് തുടങ്ങി അങ്ങ് ലിമിറ്റ്സിൽ നിന്ന് 10 മാർക്ക് വരെ വന്നിട്ടുണ്ട്. ഒരുപാട് പാഠങ്ങളുണ്ട്, 12 പാഠങ്ങളുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഏതാ, ഇത് കെമിസ്ട്രിയുടെ കേസാണ്. കെമിസ്ട്രിയുടെ കേസിൽ നിങ്ങൾക്ക് 7 പാഠങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, സമയം കളയും. ആൻഡ് കെമിസ്ട്രിയുടെ കേസിലും ഈ പറഞ്ഞ പരിപാടി തന്നെ ബേസിക് കൺസെപ്റ്റ് ഇട്ടിട്ട് അങ്ങ് റിഡോക്സ് റിയാക്ഷൻ വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചേ പറ്റൂ. 7 ചാപ്റ്റേഴ്സ്. ബോട്ടണിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് 7 ചാപ്റ്റേഴ്സ്, ഫോട്ടോസിന്തസിസ് വരെ ഉണ്ട്. അത്യാവശ്യം ടഫായുള്ള ചാപ്റ്റേഴ്സ് ആണ് ബോട്ടണിയിലെല്ലാം വരുന്നത്. അപ്പോൾ ബോട്ടണിയുടെ കേസ് ഇതാണ്, ബോട്ടണിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. ഞാൻ മാറി നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തത് സുവോളജി. സുവോളജിയുടെ കേസിൽ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുവോളജിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുവോളജിയിൽ നിങ്ങൾക്ക് വരുന്നത് 8 പാഠം, 8ാം പാഠം വരെയാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് CS കുട്ടികൾ പേടിക്കേണ്ടതാ, അവരുടെ സ്കീം ഓഫ് വർക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് 9ാം പാഠം സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻസ് വരെയാണ് നിങ്ങൾക്ക് സിലബസ് പ്രകാരം ഉള്ളത്. അപ്പോൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത്യാവശ്യമൊക്കെ ടെൻഷൻ ആയിട്ടുണ്ടാവും ഇതുവരെ കേട്ടതിൽ നിന്ന്. സാർ അത്യാവശ്യം അത് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ആ ഒരു സീരിയസ്നെസ് വരാൻ തന്നെയാണ് സാർ ആ ടോണിൽ സംസാരിച്ചതും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു മടിയിൽ നിന്ന്, നിങ്ങളുടെ ഉഴപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പുറത്തെടുക്കണം. എന്നിട്ട് ഒന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ വർക്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ നിന്ന് പഠിപ്പിക്കാൻ എഡ്യൂപോർട്ട് റെഡിയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച 7 മണിക്ക് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് സ്റ്റഡി ചലഞ്ച് ഉണ്ട്, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. വെറും 7 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സബ്ജക്ട്സിലെ 45 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. ഒരു പേടിയും വേണ്ട. ആൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വരും. നിങ്ങളത് ചോദിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ലാംഗ്വേജും ഇംഗ്ലീഷിൻ്റെയും വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നതായിരിക്കും. സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.